நான் உன்னோடே கூட இருந்து உன்னை ஆசீர்வதிப்பேன். ஆதியாகமம் 26:3. And I will be with thee and will bless thee. Genesis 26:3. ஆண்டவரும் இரட்சகருமாகிய இயேசு கிறிஸ்துவின் நாமத்தினாலே மீண்டும் ஒருமுறை கூட God Goes மினிஸ்ட்ரிஸ் மூலமாக இந்த கால வேளையில் உங்களை சந்திப்பதில் பெரும் மகிழ்ச்சி அடைகிறேன். ஆண்டவருடைய பெரிதான கிருபையினாலே 6 மாதங்களை கடந்து 7வது மாதத்தினை காண செய்த தேவனுக்கு கோடான கோடி ஸ்தோத்திரமும் கனமும் மகிமையும் உண்டாவதாக. கடந்த நாட்களிலே தேவனாகிய கர்த்தர் நாம் அனுபவித்த பாடுகளை அறிந்திருக்கிறார். அதை தாங்க பலனையும் தந்திருக்கிறார். அதனால் உண்டான மகிமையையும் மேன்மையையும் வரப்போகிற நாட்களில் நமக்கு நிச்சயமாக உண்டாக போகிறது. நம்முடைய சூழ்நிலைகள், தனிப்பட்ட வாழ்க்கையில் இருக்கிற நெருக்கங்கள் ஒரு விதத்தில் அழுத்தி கொண்டிருக்கலாம். ஆனாலும் தேவனுடைய வார்த்தை சொல்லுகிறபடியே கர்த்தர் ஏற்ற காலத்தை வைத்திருக்கிறார். அந்த ஏற்ற காலத்தை இந்த நாட்களிலே நாம் நிச்சயம் காணப்போகிறோம். என்னோடு சேர்ந்து தேவனை நம்பி அவருடைய நாமத்தினாலே காத்திருங்கள். நிச்சயம் வெற்றி சிறப்போம். கர்த்தருடைய முழுமையான ஆசீர்வாதங்களை பரிபூர்ணமாக பெற்றுக்கொள்ள நீங்கள் ஆயத்தமுள்ளவர்களாக இருப்பீர்கள் என்று விசுவாசிக்கிறேன். கர்த்தர் தாமே இந்த மாதத்திலே நம்மையும் நம் குடும்பத்தினரையும் வெற்றி சிறக்க செய்வாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാത നിമിഷത്തിൽ നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം ഒരുക്കിത്തന്ന അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസം മുഴുവനും ദൈവം നമ്മെ കാക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന തോമസ് സാറിനെയും താൻ നയിക്കുന്ന ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ശുശ്രൂഷകളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദേശത്ത് സംഭവബഹുലമായ ഒരു മാസമാണ് കടന്നുപോയത്. വീണ്ടും ലോകത്തിലേക്ക് നോക്കിയാൽ അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും പല സ്ഥലങ്ങളിലും സംഭവിച്ചു. പല രീതികളിലുള്ള കെടുതികൾ ദേശത്ത് ഭൂമിയിൽ ഉണ്ടായി എന്നൊക്കെ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ പ്രൈസ് ദി ലോർഡ് സ്തോത്രം, ഒരു മീറ്റിങ്ങിനിടയിൽ 120ഓളം ആൾക്കാർ മരണപ്പെട്ടു പോകത്തക്ക നിലയിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചുവെന്ന് നമ്മൾ അറിയുന്നു. പ്രൈസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുടെയൊക്കെ മധ്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായി വെളിപ്പെടേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. തൻ്റെ ഭക്തന്മാരെ അവൻ കാണുന്നു, കാക്കുന്നു, അവൻ പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. അവർക്ക് ചുറ്റും ദൈവം തീമതിലായി കൂടിയിരുന്നവരെ കാത്തുകൊണ്ടിരിക്കുന്ന ദൈവകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് ദൈവം നമ്മെ ധാരാളമായി മാനിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ മനസ്സിൽ പ്രകാശിപ്പിച്ച ഒരു വചനം 119-ാം സങ്കീർത്തനം 153, 154 വാക്യങ്ങൾ ആണ്. പ്രൈസ് ദി ലോർഡ്. 119-ാം സങ്കീർത്തനം 153, 154 വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ദൈവം എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്നിരിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ വായിക്കുകയാണ്: എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വീണ്ടെടുക്കണമേ. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. വീണ്ടും പറയുന്നു: എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഈ സങ്കീർത്തനം എഴുതിയ എഴുത്തുകാരൻ ആരാണെങ്കിലും
തൻ്റെ ഹൃദയത്തിലെ വളരെ വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 119 സങ്കീർത്തനം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഇപ്രകാരം കാണാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണത്തെ ആചരിക്കുന്ന ഒരു ഭക്തൻ, ന്യായപ്രമാണത്തിന്, ദൈവത്തിൻ്റെ വചനത്തിന് ഏറ്റവും വിലമതിക്കുന്ന ഒരു ഭക്തനാണ് ഈ സങ്കീർത്തനം എഴുതിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇതിനകത്തെ ഓരോ ലൈനും ഓരോ വാക്കുകളും വളരെ നമ്മെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള വാക്കുകളാണ്, അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകാൽ ഹീബ്രു പോയട്രിയിൽ ദൈവത്തിന് സ്തോത്രം വളരെ ശക്തമായ നിലയിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്തോത്രം പാരലിസം അല്ലെങ്കിൽ ഹീബ്രു പാരലിസം എന്നുള്ള സ്തോത്ര സാഹിത്യം നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരേ ആശയം തന്നെ വിവിധ പദങ്ങളിലൂടെ പ്രൈസ് ദി ലോർഡ് ഓരോ സെന്റൻസിലും ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള പ്രയോഗമാണ് അത്. ദൈവത്തിന് സ്തോത്രം അത് നമുക്കിവിടെ ഇവിടെയും കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ പറയുന്നു, എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ, ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ, ഞാൻ നിൻ്റെ ന്യായപ്രമാണം, നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുകയാണ്, എൻ്റെ അരിഷ്ടത അത് നീ കണ്ട് എന്നെ വിടുവിക്കണം. അത് കാരണമായി പറയുന്നതാണ്, ഞാൻ നിൻ്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. താൻ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മൾ ചിന്തിച്ച് നോക്കി, ഞാൻ നിന്റെ ന്യായപ്രമാണത്തെ മറക്കുന്ന വ്യക്തിയല്ല, അത് എൻ്റെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്നു. സ്തോത്രം. ഞാൻ എപ്പോഴും അത് ചിന്തിക്കുന്നു, എപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു, സംസാരിക്കുന്നു. അതിൻ്റെ വചനങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആചരിക്കുന്നു. അത് ഒരിക്കലും ഞാൻ മറന്നു കളയുന്നില്ല. എൻ്റെ ചിന്തയിൽ എപ്പോഴും അതുണ്ട്. എന്താണ്? ദൈവത്തിൻ്റെ ന്യായപ്രമാണം അഥവാ ദൈവത്തിൻ്റെ വചനം. ആ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള ഉറപ്പാണ് തനിക്ക് ദൈവസന്നിധിയിലുള്ള പ്രാഗൽഭ്യം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ലോകത്തിൽ പലരും പ്രാഗൽഭ്യം, ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ ഭക്തൻ്റെ അവസ്ഥ എന്താണ്? ഒരിക്കലും ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറക്കാതെ അത് ആചരിച്ച് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തനായതുകൊണ്ട് താൻ ദൈവത്തിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണമേ. സ്തോത്രം. എൻ്റെ അരിഷ്ടത, എൻ്റെ അഫ്ലിക്ഷൻസ്, എൻ്റെ സ്ട്രഗിൾസ്, പ്രൈസ് ദി ലോർഡ്, അത് നീ കണ്ട് നീ എന്നെ വിടുവിക്കണം. തൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം താൻ ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ ഇന്ന് വളരെ കഷ്ടതയിലാണ് ആയിരിക്കുന്നത്. അനവധി പീഡകൾ, മാനസിക പീഡകൾ, സംഘർഷങ്ങൾ, വേദനകൾ, ദുഃഖങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. അത് സ്തോത്രം, ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്ന എത്രയും കാലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ അറിയുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ ഒരു നീക്കുപോക്ക് നീ എൻ്റെ ജീവിതത്തിൽ നൽകി എന്നെ വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് ഈ ന്യായപ്രമാണം അനുസരിക്കുന്ന, ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങാതെ ദൈവത്തെ പ്രസാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭക്തനായ മനുഷ്യൻ പറയുന്നത്. കർത്താവേ, എനിക്ക് ഒരുപാട് അരിഷ്ടതകളുണ്ട്, ഒരുപാട് കഷ്ടങ്ങളുണ്ട്, അഫ്ലിക്ഷൻസ് ഒരുപാടുണ്ട്, ഒരുപാട് വേദനകളുണ്ട്. ഞാൻ സ്തോത്രം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ദിനം തോറും ഞാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളെ എല്ലാം ദൈവം കാണണം, അത് നീ കടാക്ഷിക്കണം. എന്നിട്ട് നീ എന്നെ എന്ത് ചെയ്യണം? ഈ കഷ്ടങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിക്കണം എന്ന് താൻ ദൈവത്തോട് പറയുകയാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും, നമ്മുടെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒന്നും ദൈവം കാണുന്നില്ല, ദൈവം അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുപക്ഷെ നമ്മുടേതായ ചില വഴികൾ, പ്ലാനുകളൊക്കെ ഒരുക്കി വെച്ചിരിക്കുമ്പോഴായിരിക്കും മറ്റൊന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത് അപ്പോഴായിരിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ ജീവിതാനുഭവത്തോട് ചേർത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമ്മൾ പലരും പ്രൈസ് ദി ലോർഡ് ഒരുപക്ഷെ ഈ സ്കൂൾ ഓപ്പൺ ചെയ്ത സമയത്ത്, കോളേജുകളൊക്കെ ഓപ്പൺ ചെയ്ത സമയത്ത് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന
നമ്മുടെ മാതാപിതാക്കളുണ്ട്, അതുപോലെ രോഗത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകാം, മറ്റു പലരും നമ്മളോടൊപ്പം ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മൾ തന്നെ അതുപോലുള്ള കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷെ എന്താണെങ്കിലും നമ്മുടെ മുമ്പിൽ സ്തോത്രം, ദൈവം വിടുവിച്ചല്ലാതെ ഒരു വിടുതലില്ലാത്ത നിലവാരത്തിലുള്ള അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, അതാണ് നമ്മുടെ ആ ജീവിതാനുഭവമെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തോട് നമുക്ക് ഈ ഭക്തൻ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താവേ, നീ അത് കാണണം, സ്തോത്രം, നീ അത് കാണണം, നീ അത് അറിയണം, നീ അത് കടാക്ഷിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ഞാൻ അനുഭവിച്ച് കടന്നു പോകുന്ന വഴികളെ നീ കാണണമേ, നീ എന്നെ വിടുവിക്കണമേ, നീ എന്നെ രക്ഷിക്കണമേ. സ്തോത്രം, നീ എന്നെ വിടുവിക്കണം, നീ അത് അറിയണം, ഞാൻ അനുഭവിക്കുന്ന മാനസിക പീഡകൾ അറിയണം. കർത്താവേ, നീ എൻ്റെ വഴികളെ നിനക്ക് മറഞ്ഞിരിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ വഴികൾ ദൈവം കാണുന്നില്ല, നമ്മുടെ ചിന്തകൾ ദൈവം അറിയുന്നില്ല, നമ്മുടെ പ്രവർത്തിക്കുന്നതൊന്നും ദൈവം അറിയുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാൽ, ഇന്ന് ഈ പകൽക്കാലം, ഈ പ്രഭാതത്തിൽ പ്രൈസ് ദി ലോർഡ്, നമ്മൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം എന്താണ്? ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. നമ്മുടെ തലയിലെ ഒരു തലമുടി രോമം കൊഴിഞ്ഞു പോയാൽ ദൈവം അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആകാശത്തിലെ കുരുവിനെ ദൈവം അറിയുന്നു, വയലിലെ പുഷ്പത്തെ ദൈവം അറിയുന്നു, നമ്മുടെ ജീവിതത്തിലെ ചെറുതുപോലെ എല്ലാ അനുഭവങ്ങളും ദൈവം അറിയുന്നുണ്ട്. അത് നമ്മുടെ തെറ്റായ ധാരണയാണ്, ദൈവമൊന്നും അറിയുന്നില്ല എന്നുള്ളത്. എന്നാൽ നമ്മുടെ ആകുലതയിൽ നിന്ന്, നമ്മുടെ സ്തോത്രം മാനസിക സംഘർഷത്തിൽ നിന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ, നീ പലപ്പോഴും ഇതൊന്നും അറിയുന്നില്ലേ, നീ കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ ദൈവത്തോട് ചോദിക്കും. പക്ഷേ നമുക്കുള്ള ദൈവം തരുന്ന മറുപടി എന്താണ്? ഞാനതറിയുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ അഫ്ലിക്ഷൻസ് ദൈവം കാണുന്നുണ്ടെന്നുള്ളതാണ് ദൈവത്തിന് നമ്മോടുള്ള മറുപടി. പ്രൈസ് ഈ പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കുക, നമ്മുടെ എല്ലാ അവസ്ഥകളും ദൈവം അറിയുന്നുണ്ട്. സ്തോത്രം, നമ്മൾ കഷ്ടത അനുഭവിക്കുന്നവർ ചിലരൊക്കെ നമ്മൾ ചിന്തിക്കും, കർത്താവേ, എൻ്റെ കുഞ്ഞിന് ഒരു നേരം ആഹാരം കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, നല്ലൊരു ഭക്ഷണം കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, നല്ലൊരു വസ്ത്രം വാങ്ങി കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, നല്ലൊരു സ്കൂളിൽ എനിക്കൊരു അഡ്മിഷൻ മേടിച്ച് കൊടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, അതുപോലെ മറ്റു പല പല പ്രശ്നങ്ങളിലൂടെ എൻ്റെ ഈ ശാരീരിക ക്ലേശത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ പ്രാപിച്ചെടുക്കുവാൻ എനിക്ക് കഴിയുന്നില്ല, പ്രൈസ് എൻ്റെ കടഭാരത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവം അത് അറിയുന്നുണ്ട്, ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ ഭക്തന്മാരാണ്. ദൈവം തൻ്റെ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിയുവിൻ. പ്രൈസ് 4-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം തൻ്റെ ഭക്തനെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ് എന്ന് നമ്മൾ അറിയണം. ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കുക, അവൻ്റെ ന്യായപ്രമാണമാണ് നമ്മൾ പ്രമാണിക്കുന്നതെങ്കിൽ, അനുഷ്ഠിക്കുന്നതെങ്കിൽ ദൈവം നമ്മെ അറിയുന്നു. അവൻ നമ്മുടെ ന്യായപ്രമാണത്തെ മറക്കാതെ ആചരിക്കുന്ന മനുഷ്യൻ്റെ സകല അവസ്ഥകളും ദൈവം കാണുന്നുണ്ട്. നമ്മൾ വേദനയിൽ നമ്മൾ പലതും പ്രാർത്ഥിച്ചാലും ദൈവം സകലതും അറിയുന്നുണ്ട് എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക. 2-ാമത്തെ ഭാഗത്ത് നോക്കി അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വിടുവിക്കണമേ. പ്രൈസ് ദി ലോർഡ്. എന്താണ്? ഒന്ന് പറയുക, എൻ്റെ അരിഷ്ടത കടാക്ഷിച്ച് എന്നെ വിടുവിക്കണം. ഇവിടെ പറയുകയാണ്, എൻ്റെ വ്യവഹാരം നടത്തി എന്നെ വീണ്ടെടുക്കണമേ. 1-ാമത്തെ പദത്തിൽ നമ്മൾ കണ്ടു, എന്നെ വിടുവിക്കണമേ. 2, വീണ്ടെടുക്കണമേ. ഇതൊരു വേർഡ്സ് പ്ലേ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആശയങ്ങളൊക്കെ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇവിടെ പറയുന്ന ഒരു വാക്ക് നോക്കി, എൻ്റെ വ്യവഹാരം. ഇതൊരു കോർട്ട് ഭാഷയാണ്, കോടതി ഭാഷയാണ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ വ്യവഹാരങ്ങൾ, എനിക്ക് നീ എന്തായി തീരണം, എനിക്ക് വേണ്ടി നീ പ്ലീഡ് ചെയ്യണം, എൻ്റെ വ്യവഹാരം നീ നടത്തണം. ദൈവം എൻ്റെ കാര്യങ്ങൾ നീ നടത്തി തരണം, എൻ്റെ കേസുകൾ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ കോടതി കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ പറയുകയാണ്, കർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുതും വലുതുമാകുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് നീ അത് നടത്തി തരുമാറാകണം. ദൈവം ഇടപെട്ട് ദൈവം അത് നടത്തി തരുമാറാകണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യവും ഞാനിവിടെ എനിക്ക് വേണ്ടി എൻ്റെ ഭാഗത്തേക്ക് റിസർവ് ചെയ്ത് വെച്ചിട്ടില്ല. സ്തോത്രം. ഞാൻ എനിക്കായി മാറ്റി വെച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ സകല മണ്ഡലങ്ങളിലും നീ ഇടപെടണം. അവിടെ ഇടപെട്ടിട്ട് നീ എനിക്ക് വേണ്ടി വാദിക്കണം എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെട്ട് എനിക്ക് വേണ്ടി വാദിച്ച്, എന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിച്ച്, പ്രൈസ് ദി ലോർഡ്, എന്നോട്
എന്നോട് പോരാടുന്നവരോട് ദൈവം പോരാടി എന്നെ വിടുവിക്കണം. എന്നിട്ട് എന്തിനാണ്? എന്നെ വീണ്ടെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നഷ്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് നീ എന്നെ വീണ്ടെടുക്കണം. ഞാൻ ലോസ്റ്റായി പോയി, നഷ്ടപ്പെട്ടു പോയി, എനിക്കിനി എന്നെ തന്നെ രക്ഷിക്കാൻ കഴിയാത്ത അനുഭവമായി പോയി. സ്തോത്രം, എന്നെ നീ വീണ്ടെടുക്കുവാൻ ഇടയായി തീരണമേ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, അടിമകളായി വിൽക്കുന്ന ജീവിതങ്ങളെയൊക്കെ ഒരു വീണ്ടെടുപ്പുകാരൻ വന്ന് വീണ്ടെടുക്കുന്ന അവസ്ഥ നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെ നമ്മുടെ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ആ യേശുനാഥൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, പ്രൈസ് ദി ലോർഡ്, തന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ നമ്മെ വീണ്ടെടുത്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതേ ആശയമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നെ വ്യവഹാരം നടത്തി, എനിക്ക് വേണ്ടിയുള്ള കോടതികളിൽ എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, എനിക്ക് വേണ്ടി വാദിച്ച്, എനിക്ക് വേണ്ടി പ്ലീഡ് ചെയ്ത്, കർത്താവെ നീ എന്നെ റിഡീം ചെയ്യണം, എന്നെ വീണ്ടെടുക്കണമേ, എന്നെ ഇനി ആർക്കും അടിമയായി വെക്കാൻ അനുവദിക്കാതെ നീ എന്നെ വീണ്ടെടുക്കണമേ, വീണ്ടെടുത്ത് നിന്റെ കൂടെ എന്നെ ചേർക്കണമേ എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? നിന്റെ വാഗ്ദാന പ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം ദൈവം എന്നെ ജീവിപ്പിക്കണം. നമ്മളെ ചുമ്മാ ജീവിപ്പിക്കുക എന്നുള്ളതല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം ദൈവം എന്നെ ജീവിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് എന്താ? ചുമ്മാ വിശ്വസിക്കുകയല്ല, ഒരന്ധമായ വാക്കുകളിൽ വിശ്വസിക്കുകയല്ല, തൻ്റെ ചിന്തയിൽ താൻ വിശ്വസിക്കുകയല്ല, ഞാൻ ചിന്തിക്കുന്നതൊക്കെ നടത്തിത്തരും എന്ന് ഒരു മൂഢമായ വിശ്വാസമല്ല അബ്രഹാമിനുണ്ടായിരുന്നത്. ദൈവം തന്നോട് കൽപ്പിച്ചിട്ടുള്ള, അരുളി ചെയ്തിട്ടുള്ള വാഗ്ദാനങ്ങളിൽ, ആ വാഗ്ദാനങ്ങളിൽ അബ്രഹാം വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു. സ്തോത്രം. അതിലാണ് തനിക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇടയായത്. ദൈവം പറഞ്ഞതിലാണ് അബ്രഹാം വിശ്വസിക്കുന്നത്. ദൈവം പറഞ്ഞ വാക്കുകൾ ഇവിടെയും പറയുന്നു. നിന്റെ വാഗ്ദാനം, വാഗ്ദാന പ്രകാരം ദൈവം എനിക്ക് ദാനമായി തന്ന വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാന പ്രകാരം നീ എന്നെ എന്ത് ചെയ്യണം? എന്നെ ജീവിപ്പിക്കണം. എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ മുമ്പോട്ട് നയിക്കുന്ന, എൻ്റെ ജീവിതത്തിലെ എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആ പ്രേരക ശക്തി, ആ മോട്ടിവേറ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നിന്റെ വാഗ്ദത്തങ്ങളാണ്. ആ വാഗ്ദത്തം ഇല്ലെങ്കിൽ ഞാനിതൊന്നുമില്ല, ശൂന്യമാണ്, ഞാനിത് സീറോയാണ്, ഞാൻ ഒന്നുമില്ല. എന്നാൽ നിന്റെ വാഗ്ദത്ത പ്രകാരം നീ എന്നെ ജീവിപ്പിക്കണമേ എന്നാണ് സ്തോത്രം നമുക്ക് ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്റെ വാഗ്ദാന പ്രകാരം ദൈവം എന്നോട് ചെയ്ത വാഗ്ദാനങ്ങൾ മുഖാന്തരമാണ് ഞാൻ മുമ്പോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ നമ്മോട് ചെയ്ത വാഗ്ദത്തങ്ങൾ എന്തൊക്കെയുണ്ട്? വാഗ്ദാനങ്ങൾ എന്തൊക്കെയുണ്ട്? നമ്മളോട് വ്യക്തിപരമായ വാഗ്ദാനങ്ങൾ എന്തുണ്ട്? തിരുവചനത്തിൽ നമുക്ക് കാണുന്ന വാഗ്ദാനങ്ങളുണ്ട്. അത് മാത്രമല്ല, അല്ലാതെ ദൈവം നമ്മോട് വ്യക്തിപരമായി ഇടപെട്ട് സംസാരിച്ചിട്ടുള്ള അനവധി വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദത്തങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവന്റെ അരുളപ്പാടുകളുണ്ട്. അതിൽ നമ്മൾ വിശ്വസിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ കഴിയും. നമ്മെ മോട്ടിവേറ്റ് ചെയ്ത് മുമ്പോട്ട് നയിക്കുന്നത് എന്താണ്? നീ ഇന്ന നിലയിലെത്തും, ഇന്ന രീതിയിലാക്കി തീർക്കുമെന്ന് ദൈവം നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ദൈവം നടത്തി തരുമ്പോഴാണ് പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം, നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം വിടുവിക്കുകയും ദൈവം ഉയർത്തുകയും ദൈവം മാനിക്കുകയും ചെയ്തിട്ടുള്ള അനേക ഭക്തന്മാർ ഈ ഭൂമിയിലുണ്ട്. ഒരുപക്ഷെ അവരൊക്കെ അരിഷ്ടത അനുഭവിച്ചു, കഷ്ടത അനുഭവിച്ചു, ദൈവത്തോട് നിലവിളിച്ചു. പക്ഷെ ആ നിലവിളി ദൈവം കേട്ടു. അവൻ എന്നും മനുഷ്യന്റെ നിലവിളി കേൾപ്പിക്കുന്ന ദൈവമല്ല, അവൻ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ പ്രസാദിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്കറിയാൻ കഴിയണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മുടെ അലപ്പുറയൊന്നും ഒത്തിരി നാള് ദൈവം കേട്ടുകൊണ്ടിരിക്കുകയില്ല. എന്നാൽ ദൈവം നമ്മെ വിടുവിക്കുന്ന ഒരു നിമിഷമുണ്ട്. ആ വിടുവിക്കുന്ന നിമിഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അവൻ നമ്മെ വിടുവിക്കും, നമ്മെ വീണ്ടെടുക്കും, നമ്മെ ജീവിപ്പിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വേണ്ടി ചില മുഖാന്തരങ്ങൾ, ചില വഴികൾ, ചില സാഹചര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കി ആ വഴിയിലൂടെ ദൈവം മുമ്പോട്ട് നയിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാവുന്ന ഒരു വ്യക്തി, വളരെ കഷ്ടതയിലും അരിഷ്ടതയിലും പ്രയാസത്തിലുമായിരുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, തന്നോട് ദൈവം പറഞ്ഞതുപോലെ താൻ എന്ത് ചെയ്തു? തന്നെ ദൈവം ഉയർത്തുവാനിടയായി. ഒരു ചെറിയ ബിസിനസ് താൻ തുടങ്ങി. ആ ബിസിനസ്, സ്തോത്രം, ചില നാളുകൾ കൊണ്ട് വളരെയധികം വർദ്ധിക്കുകയും അത് തൻ്റെ ഉപജീവനത്തിന് മാർഗമായി തീരുകയും, പ്രൈസ് ദി ലോർഡ്,
ഇന്ന് നല്ലൊരു നിലയിലായി തീർന്നിട്ടുള്ള ഒരു സാഹചര്യം ഒരാളുടെ ഒരു സാഹചര്യം എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ അരിഷ്ടതകൾ, നമ്മുടെ അലപ്പുറകളൊക്കെ ദൈവം കണ്ടു, കടാക്ഷിച്ചു. നമ്മുടെ ഉള്ളിൽ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. ദൈവം നമുക്ക് നമ്മുടെ മനസ്സിൽ പ്രകാശിപ്പിച്ചു തന്നു. നമ്മുടെ മുമ്പിൽ നമ്മൾ ചെയ്യേണ്ട വഴികളെ കാണിച്ചു തന്നു. ആ വഴികളിലൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മൾ കരം വെച്ച് നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ കരം വെച്ച് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആ വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കാനിടയായി. നമ്മുടെ ജീവിതത്തിൽ ചില മുഖാന്തരങ്ങൾ, ചില വഴിക്കായി നമ്മൾ കാത്തിരിക്കുന്നു, ചില ദൈവിക പ്രവൃത്തിക്കായി നമ്മൾ കാത്തിരിക്കുന്നു. ഈ പ്രാർത്ഥനയ്ക്കുള്ള ഒരു മറുപടി ഉണ്ട്. നമ്മുടെ വ്യവഹാരം അവൻ നടത്തിത്തരും, നമ്മുടെ കഷ്ടത അവൻ കടാക്ഷിക്കും, നമ്മെ വിടുവിക്കുകയും നമ്മെ ജീവിപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മെ വീണ്ടെടുക്കുകയും ചെയ്യുന്ന കർത്താവാണെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഓർക്കുവാൻ ഇടയായി തീരട്ടെ. ഇന്ന് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ കഷ്ടതകളൊക്കെ എന്നും ദൈവം മറന്നു കളയുന്ന ദൈവമല്ല, വീണ്ടെടുക്കുന്ന ദൈവമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ പ്രഭാത നിമിഷത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഈ വചനം കേൾക്കുകയാണ്. കർത്താവേ, ദൈവം ഞങ്ങളോട് ഇടപെട്ടതിനായി സ്തോത്രം. നാഥ, അങ്ങ് ഞങ്ങളുടെ അരിഷ്ടതകളും ഞങ്ങളുടെ വ്യവഹാരവും ഒക്കെ കാണുകയും നടത്തുകയും ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളിൽ വലം വിടാതെ അങ്ങയുടെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ ജീവൻ മുമ്പാകെ അങ്ങയുടെ ചുവടുകളിൽ ഞങ്ങൾ ജീവിക്കുന്നവരാണ്. അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേലുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വാഗ്ദാന പ്രകാരം ഞങ്ങളെ ജീവിപ്പിക്കണമേ കർത്താവേ. ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ചു തരികയാണ്. തിരുനാമം മഹത്വം കൊടുക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒരുക്കിയ മുഖാന്തരങ്ങളെല്ലാം അനുഗ്രഹിക്കണം. അത്ഭുതം എൻ്റെ ദൈവം പ്രവർത്തിക്കണം. കാരണം അതാ ഈ മീറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് ഒരുക്കി തന്ന അവസരം ഒരുക്കിയ തോമസ് സാറിനെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ ടീമുകളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Just continue to praise Him. Just every voice lifted up. വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരുന്നെൻ പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം ആരുള്ളിലോകേ അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയനേ അങ്ങു മാത്രമാണെന്നും എൻ്റെ സർവസ്വം ആരാധന അങ്ങേക്ക് ആരാധന
ഞാൻ